നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ LPGയുടെ പൈപ്പ്, ഗ്യാസ് പൈപ്പ് ഞങ്ങൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്രാഡിൽ കൂടെയാണ് ഒരു പൈപ്പായിട്ട് മുകളിലോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ നിന്ന് പൈപ്പ് ഇങ്ങനെ പൊട്ടിക്കൊടുക്കും. അതേമാതിരി ക്ലാമ്പിൽ ഫിക്സ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഓറഞ്ച് പൈപ്പ് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഫില്ലിംഗ് ലൈൻ. അപ്പോൾ അതാണ് ക്രാഡിൽ. ആ ഹാങ്ങിങ് ചെയ്തിട്ടേക്കണാണ്. അതിനകത്ത് 2 പേരുണ്ട്. അങ്ങനത്തെ ഹാങ്ങിങ് ചെയ്തിട്ടാണ്, അതിനാണ് ക്രാഡിൽ എന്ന് പറയുന്നത്. ആ സാധനത്തിൽ കൂടെ നമ്മൾ ഇപ്പോൾ 2 ലെങ്ത്ത്, വലിയ ലെങ്ത്ത് 6 മീറ്ററിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്ററാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൈപ്പ് 2 ലെങ്ത്ത് നമ്മൾ ഇപ്പോൾ ടാക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. അതിൻ്റെ മുകളിൽ 3 ലെങ്ത്ത് ഉണ്ട്. 3 ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ലെങ്ത്ത് കൂടി ഒരു 3 ലെങ്ത്തായി. അപ്പോൾ അത്രയും പൈപ്പാണ് ഫിക്സ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നും ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഹൈറ്റ് പേടിയായിട്ടാണ് ഞാൻ താഴെ നിൽക്കുന്നത്. എനിക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് തളർന്നു. അതുകൊണ്ട് ഞാൻ ക്രാഡിൽ കയറിയില്ല. ഞങ്ങൾക്ക് താഴെ നിന്നിട്ട് പൈപ്പ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിനെ പൊക്കി കൊടുക്കും. അപ്പോൾ അമാതിരി ക്രാഡിൽ വഴി ഇങ്ങനെ പൊക്കി മുകളിലോട്ട് കൊണ്ടുപോകും. മണ്ട ഫിക്സ് ചെയ്യും, ടാക്ക് അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് താഴെ നിർത്തും. ഇതായി കഴിയുമ്പോൾ ഞങ്ങളുടെ വേഷം എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാസ്കൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ 10 മണി സമയമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പണി തീർത്ത് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഇവിടെ പുറത്ത് നിൽക്കാനായിട്ട് അലോഡല്ലോ, പുറത്ത് വർക്ക് ചെയ്യാൻ അലോഡല്ലോ. 12 മണി തുടങ്ങി 3 മണി വരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പണി തീർത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അലോഡാക്കുന്നുണ്ട്. ഈ ക്രാഡിൽ കാണുമ്പോൾ നിസാരമാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നോക്ക് തോന്നും. എനിക്കിതുപോലെ തന്നെ ഒരു ദിവസം ഒരു 25 നിലയുടെ മുകളിൽ നോക്ക് ഞാൻ ഇങ്ങനെ കയറിയ സമയത്ത് എനിക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഹൈറ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് എന്നെ പ്രാവശ്യം ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞാണ് ഞാൻ താഴെ നിൽക്കുകയാണ്. നമ്മുടെ ക്രാഡിലുള്ള സ്റ്റെക്കായിപ്പോയി. അവിടെ ഭാഗ്യം ഞാൻ കയറാണ്ടിരുന്നത് അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരെ മുകളിൽ കൂടെ അവരെടുത്ത് അവരെ മുകളിൽ കൂടെ കയറ്റി. പിന്നെ അൽക്കൂസിന്ന് ആൾ വരണം. അത് അതിൻ്റെ ടെക്നീഷ്യൻ. എന്നാലാണ് അത് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പണി അപ്പോൾ ഇവിടെ സ്റ്റോപ്പായി പോയി. പിന്നെ അൽക്കൂസിന്ന് ആൾ വന്നിട്ട് വേണം ആ ക്രാഡിൽ താഴെ ഇറക്കി ഇനി പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും 12 മണിയാകും. ഇതേ നമ്മുടെ ക്രാഡിൽ ശരിയായി ഇതേ പൈപ്പും കൊണ്ട് മുകളിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പൈപ്പ് കയറ്റി കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം ഇനി അവർ മുകളിലോട്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തന്നെയാണ് എങ്ങനെയാണ് പൈപ്പ് ഇടണത്. ആ ലാസ്റ്റിൽ നമുക്ക് പൈപ്പ് ഇടാനുണ്ട്. നമ്മുടെ ക്രാഡിൽ ഓപ്പറേറ്റർ ഉയരങ്ങളിലേക്ക് പൈപ്പ് കൊണ്ടുപോവുകയാണ്. നമ്മുടെ പൈപ്പ് ഇടുന്നത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളങ്ങനെ ഇതുപോലെയാണ് ജോയിൻ്റ് പൈപ്പ് വെക്കുന്നത്. പൈപ്പ് മേലേക്ക് ജോയിൻ്റ് ചെയ്ത് വെച്ച് പിന്നെ ഈ ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യും. നമ്മൾ ക്ലാമ്പ് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ടാക്കടിക്കും. ഇതുപോലെ ഉയരത്തിൽ നേരത്തെ പോയപ്പോഴാണ് അവിടെ സ്റ്റെക്കായി പോയത്. സ്റ്റെക്കൊന്നും ആവില്ല. ഓപ്പറേറ്റർ ഒന്ന് റെഡിയാക്കിയപ്പോൾ സെറ്റായി. ഇതാണ് നമ്മൾ LPG ഫില്ലിംഗ് ലൈൻ ഇടുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും എൻ്റെ വക നമസ്കാരം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ LPG ഗ്യാസ് പൈപ്പ് ലൈൻ ഫില്ലിംഗ് ലൈൻ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. എല്ലാ
എല്ലാവർക്കും എൻ്റെ വക താങ്ക്സ്. എന്തിനാണെന്നറിയോ, നിങ്ങളെല്ലാവരും എൻ്റെ